ഈ ഫിജിക്കാട്ട് മീറ്റിംഗിൽ എല്ലാവരെയും സംബന്ധിച്ച് ഈ മീറ്റിംഗിൽ കയറി എല്ലാവർക്കും അതിന് നന്ദി പറയാണ്. കാരണം ഈ ബിസിനസ്സിൽ ഞങ്ങള് ഏകദേശം ഒരു 4-5 കൊല്ലമായിട്ടും ഫിജിക്കാട്ട് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ ഇപ്പൊ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഈ പ്ലാൻ എന്താണ്, ഈ ബിസിനസ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് വിളിച്ചത്. സോ ഈ മീറ്റിംഗിൽ ആദ്യം കയറുന്ന ഇതാണ് ഫസ്റ്റ് ടൈം ഈ മീറ്റിംഗിൽ ഞാൻ കയറുന്നതെന്ന് അങ്ങനെയുള്ള വ്യക്തിയിൽ ഒരു 10-15 മിനിറ്റും കൂടി ഇവിടെ നടക്കുന്ന കാര്യം മുഴുവൻ നിങ്ങൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ഈ ബിസിനസ് ഒന്നും മനസ്സിലാവും. അപ്പൊ ഒരു റിക്വസ്റ്റും കൂടി എല്ലാവരുടെ അടുത്തും ഒരു 20 മിനിറ്റ് മാത്രം. ചിലപ്പോൾ നിങ്ങൾ വേറെ ഒരു ജോലിയിലിരിക്കാം, ട്രാവലിരിക്കാം, മറ്റേതെങ്കിലും പണിയിലിരിക്കാം. ഒരു 20 മിനിറ്റ്സ് മാത്രം നിങ്ങൾ ആ വർക്കൊക്കെ നിർത്തിയിട്ട് ഇതിന്റെ കംപ്ലീറ്റ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഫിജിക്കാട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ബന്ധം ഉണ്ടോ, അതിൽ ഏതെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അത് മാത്രമാണ് സംസാരിക്കാൻ പോകുന്നത്. അത്യാവശ്യമില്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഒരിക്കലും ഞാൻ സംസാരിക്കില്ല ഈ മീറ്റിംഗിൽ. സോ കംപ്ലീറ്റ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പോവുക. അപ്പോൾ നിങ്ങൾ ഒരു 25 മിനിറ്റ്സ് മാക്സിമം ഈ മീറ്റിംഗിൽ ഒന്ന് നോക്കിയാൽ ഉറപ്പ് ഈ ഫിജിക്കാട്ട് പ്ലാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കൂടി മനസ്സിലാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. സോ എല്ലാരും കൂടി ഒന്ന് വീഡിയോ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ആഡിയോ ഒന്നും കൂടി മ്യൂട്ട് ചെയ്തിട്ട്, അതായത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിലെ മറ്റവർക്കൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഇവിടെ കൊണ്ടു നോക്കണം. പക്ഷെ എന്റെ ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. സാറി എന്നെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് എന്റെ പേര് അരുൺ പാണ്ഡി. ശരിക്കും എന്റെ സ്ഥലം തേനിയാണ്. സോ 2019 ഈ ഫിജിക്കാട്ട് ഈ മേഖലയിൽ ഞാൻ കയറിയത്. ഓൺലി റീസൺ നമ്മുടെ ബോച്ചയാണ്, ബോബി ചമ്മണൂറാണ്. സോ ബോബി ചമ്മണൂർ ഞങ്ങൾ തൃശ്ശൂരിൽ വെച്ച് കണ്ട് ഈ ഫിജിക്കാട്ടിനെ കുറിച്ച് ബോച്ചയാണ് പറഞ്ഞു ഇതൊക്കെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് ആണ്. ആൾറെഡി ഒത്തിരി ബിസിനസ് ഉണ്ട് ബോച്ചയ്ക്ക്. എന്നിട്ടും ഈ ഫിജിക്കാട്ട് ചെയ്ത, അതായത് ഫിജിക്കാട്ട് ഒന്നും കൂടി ചെയ്ത് വേൾഡിലെ അമേസോൺ, ഫ്ലിപ്കാർട്ട് ആയിട്ട് ഒരു നമ്പർ 1 കമ്പനി ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബോച്ചെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. സാറേ എന്റെ ആഡിയോ വീഡിയോ ക്ലിയർ ആണോ? സാറേ എന്റെ ആഡിയോ വീഡിയോ ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ബോച്ചെ പറഞ്ഞ എന്താ അറിയോ, അതായത് ഒരു 15-20 കൊല്ലം മുൻപ് എല്ലാ മേഖലയും ഓൺലൈൻ ഇ കാമേഴ്സ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രികളെ കൺവേർട്ട് ആയാൻ സ്റ്റാർട്ടായി. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഒരു ATM-ൽ നമ്മള് പൈസ കിട്ടും, പിന്നെ മൊബൈലിൽ തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്യാം, ബുക്കിംഗ് ചെയ്യാൻ പറയുമ്പോൾ ഒരു 15 കൊല്ലം മുമ്പ് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇവരെന്താ പ്രാന്തനാണോ പറയുന്നത്, എവിടെ ATM-ൽ കാർഡ് ഇട്ട പൈസ കിട്ടും, എങ്ങനെ മൊബൈലിൽ നമ്മൾ ബുക്കിംഗ് ചെയ്യാൻ പറ്റും, ബുക്കിംഗ് ഓർഡർ ചെയ്യാൻ പറ്റുന്നു, നമ്മൾ ഒരു നെഗറ്റീവ് ആയിട്ട് ചിന്തിച്ച വ്യക്തികളാണ് നമ്മള്. പക്ഷെ ഇന്ന് കംപ്ലീറ്റ് ഓൺലൈനായി. പഠിക്കാനും പർച്ചേസ് ചെയ്യാനും എന്ത് കാര്യം ആയിക്കോട്ടെ എല്ലാം ചെയ്യുന്നത് ഓൺലൈനാണ്. അപ്പൊ ബോച്ചെ പറഞ്ഞത് തന്നെ എന്റെ അടുത്ത് പറഞ്ഞത് ഫ്യൂച്ചറിലെ ഇ കാമേഴ്സ് നമ്പർ 1 ആയിരിക്കും, അതിൽ ഒരു സംശയം വേണ്ട. പക്ഷെ അതിന് വരുന്ന മുൻപ് നമ്പർ 1 ഇരിക്കുന്ന മുൻപ് നമ്മൾ ആ മേഖലയിനകത്ത് പോകണം. അതുകൊണ്ടാണ് ഫിജിക്കാട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫിജിക്കാട്ട് ഈ കോൺസെപ്റ്റ് ഒരു വിഷൻ ഉണ്ട്. ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്ഥാപനമായിട്ട് ഫ്യൂച്ചറിൽ കൊണ്ടുവരണം. ഇതിനു വേണ്ടിയിട്ടാണ് ബോച്ചെ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ എന്തിനാണ് ഈ ഫിജിക്കാട്ടിനകത്ത് കയറിയത്? വളരെ ഇമ്പോർട്ടന്റ് അതാ. അതായത് ഈ ഫിജിക്കാട്ടിൽ ഏതെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കയറാം. എല്ലാവരുടെ ചിന്ത അതാണ്. എനിക്ക് ഏതെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അതല്ലേ നമ്മുടെ ചിന്ത. ഇപ്പൊ ബോച്ചെ പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാം, അത് വലിയ കാര്യമൊന്നുമില്ല, അത്ര പൈസ എന്റെ കയ്യിൽ കിടപ്പുന്നുണ്ട്. പക്ഷേ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ബിസിനസ് മാൻ പവർ കൂട്ടിയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. മാൻ പവർ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ സ്ഥലത്തിലും എല്ലാവരും ചേർത്തിട്ട് അവന്മാർക്ക് ഒരു പ്രോഫിറ്റ്, ഒരു ബെനിഫിറ്റ് ഒക്കെ കൊടുത്തിട്ട് ബോച്ചെ ആയാലും ഞാൻ ആയാലും നിങ്ങളായാലും ഇന്ന് ഈ ഫിജിക്കാട്ടിലെ ഒരു വ്യക്തി ജോയിൻ ചെയ്താലും എല്ലാവരും ഈക്വൽ ആയിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ ഇരിക്കും. അതാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു സിസ്റ്റം. ആ ബിസിനസ്സിലെ ബോച്ചെ പറഞ്ഞ ആ കാര്യം ഇഷ്ടപ്പെട്ടു. ബോച്ചയുടെ ഒരു പാർട്ട്ണർ ആകാനുള്ള ഒരു ചാൻസ് കിട്ടുമ്പോൾ ആരായാലും പറയും യെസ് ആണ് സാർ, എനിക്ക് ഇഷ്ടമാണെന്ന്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും കയറിയത്. തമിഴ്നാട്ടിന്റെ ഏകദേശം 500 പേര് ഓൺ സ്പോട്ടിൽ ഞങ്ങൾ ജോയിൻ ചെയ്തതാ ബോച്ചെ പറയുമ്പോൾ. അപ്പൊ ഈ ബിസിനസ് കയറുമ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും ഒരു ചിന്ത ഉണ്ടായിരുന്നു. ചിന്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം, എല്ലാവർക്കും ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, എന്റെ കൂട്ടാർക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതായത് ആദ്യം ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, എന്തിനാ നമ്മൾ ഈ ഫിജിക്കാട്ട് ചെയ്യുന്നത്, എന്ത് കാരണം കൊണ്ടാണ് ഈ ഫിജിക്കാട്ട് ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടന്റ് അതാ. അപ്പൊ ഈ ഫിജിക്കാട്ട് ചെയ്യാനാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും കാരണം വേണ്ടേ, വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഏതെങ്കിലും പൈസ കിട്ടുമോ ഫിജിക്കാട്ടിനകത്ത്?
ചിലപ്പോൾ ഏതാണ്ട് ബെനിഫിറ്റ് കിട്ടും. ഇങ്ങനെയുള്ള ഒരു ചിന്ത അത്യാവശ്യം ആയതുകൊണ്ടല്ല ഫിജിക്കാർട്ടിൽ കയറിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ കയറിയത് എന്താ അറിയോ, ഫിജിക്കാർട്ടില് 1000 രൂപ 5000 മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫിജിക്കാർട്ടിൽ കയറിയിട്ടില്ല. 1000 രൂപ 5000 രൂപ നമുക്ക് പുറത്ത് ജോലി പോയാൽ തന്നെ മന്ത്ലി കിട്ടും. 30,000 40,000 വരെയും കൂടി ഏകദേശം കിട്ടും. ഡെയിലി 1000 1500 കൂലിപ്പണി പോയാൽ കിട്ടും. അതിനു വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഫിജിക്കാർട്ട് കയറിയത്. പിന്നെ എല്ലാവർക്കും ഞങ്ങൾ ഒരു ടീമായിരുന്നു. അപ്പൊ എനിക്കൊരു സ്വപ്നമായിരുന്നു, എന്റെ ടീമുക്ക് ഒരു സ്വപ്നമായിരുന്നു, എല്ലാവർക്കും ഒരു വലിയ സ്വപ്നമായിരുന്നു. ഏതെങ്കിലും ഒരു നമ്മൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ ഒരു എങ്ങനെ പറയാൻ ഒരു കുഞ്ഞു ഫാമിലിയാ. അച്ഛനില്ല അമ്മ മാത്ര, ഫുള്ള് ഫാർമർ ഫാമിലിയാണ്. പഠിക്കുന്ന സമയത്ത് ഈവൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, പിന്നെ സ്കൂളൊക്കെ പഠിച്ചു. ആ സമയം ഞാൻ പൈസ സ്കൂൾ ഫീസ് കോളേജ് ഫീസ് അടച്ചതൊക്കെ ഒരു ഫാർമറായിട്ട് കൃഷി ചെയ്ത് ആ പൈസ ഇട്ടിട്ടാണ് ചെയ്തത്. അതായത് വളരെ പ്രശ്നമുണ്ട്, പൈസ പ്രശ്നം പണ്ട് തൊട്ടുണ്ട്, ചെറുപ്പം തൊട്ടുണ്ട്. അപ്പൊ ഇത്രയ്ക്ക് ലൈഫില് ഏതെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് കിട്ടുമോ, ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ പെട്ടെന്ന് ലൈഫിൽ അടിച്ച് കയറാലോന്ന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത ഒരു സമയമായിരുന്നു ബോച്ചെ മീറ്റ് ചെയ്യുന്ന മുൻപ് വരെ. അപ്പൊ ബോച്ചെ പറഞ്ഞു, നിങ്ങൾക്ക് ബിസിനസ്, എനിക്ക് മാൻ പവർ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്ക് ഇൻകം കിട്ടും, ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാന്ന് പറയുമ്പോൾ ആ കാര്യം ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, എന്റെ കയ്യിൽ ആൾറെഡി സ്വപ്നം ഉണ്ടായിരുന്നു. എന്റെ ഒരു വളരെ ലൈഫിൽ എങ്ങനെയാലും മുന്നോട്ട് പോകാനുള്ള ഒരു അത്യാവശ്യം ഉണ്ടായത് കൊണ്ടാണ് ഈ ഫിജിക്കാർട്ടിൽ ഞങ്ങൾ എല്ലാവരും കയറിയത്. അപ്പൊ ഫിജിക്കാർട്ട് കയറുന്ന സമയത്ത് ഈ പ്ലാന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയത് എന്താ അറിയോ, നമ്മൾ എല്ലാവരും എന്തിനാണ് ജോലിക്ക് പോകുന്നത്, എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്, എന്തിനാണ് പുറത്തു പോകുന്നത്, അവിടെ ഇവിടെ അങ്ങനെ ഇങ്ങനെ എല്ലാവരും റിസ്ക് എടുക്കുന്നത് എന്തിനുണ്ടാ, ഒരു വീട് വേണം, പിള്ളേർ നന്ന പഠിപ്പ്, പിള്ളേർക്ക് ഒരു നന്ന പഠിപ്പ് കൊടുത്താൽ മതി, പിന്നെ ഒരു കാറോ ബൈക്കൊക്കെ വേണം, പിന്നെ ഒരു കുഞ്ഞു അസറ്റൊക്കെ വേണം, ഇതൊക്കെ കിട്ടിയാൽ മതി. ഇതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ജനിച്ച സമയം തൊട്ട് ഇന്ന് വരെ എഫേർട്ട് എടുക്കുന്നത്. എവിടെ ജോലി പോയാലും അതിന് കിട്ടുന്ന ഇൻകം വെച്ചിട്ടാണ് കുറച്ച് സേവിങ്സ് എടുത്തിട്ട് നമ്മൾ ഒരു ബൈക്കോ കാറൊക്കെ മേടിക്കുന്നത്. ഓവറോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മാക്സിമം ആൾക്കാർ 90% ആൾക്കാര് ജോലിക്ക് പോകുന്നത്, ബിസിനസ് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കറിയുന്നത് ഒരേ ഒരു കാര്യം മാത്ര, സെറ്റിൽ ആവണം, ലൈഫിൽ പെട്ടെന്ന് സെറ്റിൽ ആവണം. സെറ്റിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ആ വാക്കറിയാലോ, ഒരു വീട്, ഒരു ചെറിയ ഒരു കാർ, ഇതൊക്കെ വന്നാൽ സെറ്റിൽഡ് ആണ് ഇന്ന് പറയുന്നത് എല്ലാവരും. അപ്പൊ ഈ സെറ്റിൽഡ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പേടിയാണ് എല്ലാവർക്കും. ഒരു 30-40 കൊല്ലമായിട്ട് ഒരു ജോലിക്ക് ഒരു വ്യക്തി പോയിക്കൊണ്ടേയിരിക്കുക. അവർ എന്താണ് ചോദിച്ചാ, സെറ്റിൽ ആവണം സാറേ. പിന്നെ 60 കൊല്ലം വരെ ജോലിക്ക് പോയിക്കൊണ്ട് എന്തിനാ സെറ്റിൽ ആവണം സാറേ, എപ്പോഴാ സെറ്റിൽ ആവും അറിയില്ല സാറേ. അപ്പൊ നമ്മൾ എല്ലാവരുടെ ഒരു ചിന്ത എന്താണ്, ഏതായെങ്കിലും പെട്ടെന്ന് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ലൈഫിൽ സെറ്റിൽ ആവണം. ഇത് നമ്മുടെ ഇഷ്ടമാണ്. എല്ലാവരും ചോദിച്ചാൽ പറയും, എനിക്ക് വീട് വേണം, എനിക്ക് കാർ വേണം, സെറ്റിൽമെന്റ് വേണം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒന്നും മൈൻഡ് സെറ്റ് ഒന്നും മാറ്റി ചിന്തിക്കണ്ടേ? ജോലിക്ക് നിങ്ങൾ എത്ര പ്രാവശ്യം പോയാലും, എത്ര കൊല്ലം പോയാലും, എത്ര ദിവസം 24/7 നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടണത് ജോലിക്ക് നിങ്ങൾ എടുത്ത ജോലിക്ക് മാത്രം കൂലിയായിട്ടാണ് പൈസ കിട്ടും. ഒരിക്കലും നിങ്ങൾക്ക് പ്രോഫിറ്റ് തരില്ല, പ്രോഫിറ്റ് തരാനും പറ്റില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് ജോലിയാ, നമുക്ക് ജോലി കൊടുത്ത വ്യക്തി ചെയ്യുന്നത് ബിസിനസ്സാ. അപ്പൊ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയിൽ എല്ലാവരും പെട്ടെന്ന് ലൈഫിൽ മേളിൽ കയറി പോകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു 5 കൊല്ലം 3 കൊല്ലം 10 കൊല്ലം പെട്ടെന്ന് അവരുടെ ലൈഫ് കംപ്ലീറ്റ് ചേഞ്ച് ആയിരിക്കും. കാരണം അവർ ബിസിനസ്സാ, നമ്മൾ ചെയ്യുന്നത് ജോലിയാ. ഈ കൊല്ലം നമ്മൾ നന്നായിട്ട് ജീവിച്ചു, 2ാമത് കൊല്ലം പോകുമ്പോ നമ്മുടെ ബൈക്ക് പോയി, 3ാമത് കൊല്ലം പോകുമ്പോ നമ്മുടെ കാറും കൂടിയും പോവാ, 4ാമത് 5ാം കൊല്ലം പോയി നമ്മുടെ വീട് പോയി, റെന്റിക്കൽ ഷിഫ്റ്റ് ആയി, 10ാമത് കൊല്ലം പോയാ അക്ഷരം പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഇന്ന് എല്ലാവരും ഇരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഇതല്ല റിയാലിറ്റി. അപ്പൊ കൊറോണ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് എവിടെ പോയാലും ജോലിയില്ല. ഇതാണ് എല്ലാ സ്ഥാപനം പറഞ്ഞത്. മാക്സിമം ബിസിനസ് ചെയ്യുന്ന വ്യക്തിയിൽ പോലും ബിസിനസ് ഇല്ലെന്നാ പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് ഈ ഓൺലൈൻ ഇൻഡസ്ട്രി, ഇ കോമേഴ്സ് ഇൻഡസ്ട്രി, എല്ലാ ബിസിനസ്സും സ്വിഗ്ഗി, സൊമാറ്റോ, അമേസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ വളരെ നല്ല ബിസിനസ് ആയിരുന്നു. കാരണം എന്താണ്, ട്രെൻഡിങ്, അഡ്വാൻസ്. ഇനി എന്താണ് വരാൻ പോകുന്നത്, ആ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഉറപ്പ് വിജയിച്ചിരിക്കും. ഈ ഫിജിക്കാർട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് എന്തുകൊണ്ടറിയോ, ഫ്യൂച്ചറിൽ എത്ര അഡ്വാൻസ് ടെക്നോളജി AI വന്നാലും, എത്ര ഓട്ടോമേഷൻസ് റോബോട്ട്സ് ഒക്കെ വന്നാലും, മനുഷ്യന്മാർ ചെയ്യുന്ന ഒരു ജോലി എക്സാക്ട് ആയിട്ട് ആ റോബോ മെഷീൻസ് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ബിസിനസ് എന്താ അറിയോ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ അറിയാം, യൂട്യൂബ് അടിച്ചു നോക്കിയാൽ അറിയാം. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടാണ് ഈ ബിസിനസ്സിൽ കയറിയത്. മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് ചെയ്തിട്ടാണ് ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒന്നും മേഖലയെ കുറിച്ചോ ബിസിനസ് കുറിച്ചോ അറിയാതെ ഒരു മോട്ടിവേഷനിൽ കയറിയ വ്യക്തിയല്ല ഞാൻ. അപ്പൊ ഈ ബിസിനസ്സിൽ കയറുമ്പോ ഒരു കാര്യം മനസ്സിലായത് എന്താ അറിയോ, ഫ്യൂച്ചറിൽ ജോലി കിട്ടിയില്ല, ഗവൺമെന്റ് ശരിയല്ല,
ഈ സ്ഥാപനം മുതലാളി ശരിയല്ല, ഈ പാർട്ടി ശരിയില്ല, ആ പാർട്ടി ശരിയില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ശരിയാണോ? നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ എടുത്തിട്ടുണ്ടോ? അല്ല കറക്റ്റ് ആയിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? എത്ര ദിവസമാണ് പുറത്തുള്ള മറ്റേ വ്യക്തിയെ കുറിച്ച് കുറ്റം പറിച്ച് നടക്കാൻ പോകണേ? നിങ്ങളുടെ വിജയത്തെ കുറിച്ചും എന്റെ വിജയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കണം. മറ്റാൾ ചെയ്ത തെറ്റെ കുറിച്ച് മറ്റാൾ ചെയ്യാൻ പോണ വിജയത്തെ കുറിച്ച് ചിന്തിച്ച് കാര്യമില്ലെന്ന്. ഈ ഫിജിക്കാട്ട് ഇറങ്ങുന്ന സമയത്ത് ബോച്ച് എടുത്ത് ചിലപ്പോൾ ചോദിച്ചിരിക്കാം, ബോച്ച് ഒരു 5-10 ലക്ഷം കൊടുത്താൽ ഞങ്ങൾ രക്ഷപ്പെടുന്നു. ചിലപ്പോൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കും, പിടിച്ചോളൂ ജീവിച്ചോളൂ. പക്ഷെ ബോച്ച് എടുത്ത് ഞങ്ങൾ ചോദിച്ചത് 5 ലക്ഷം 10 ലക്ഷം അല്ല. ബോച്ചെ നമ്മുടെ തമിഴ്നാട്ടിലെ ബിസിനസ് നമ്പർ 1 ആയി കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ഓഫീസ് വേണം, അതിനു വേണ്ടി സാധനങ്ങൾ വേണം, അതിനു വേണ്ടിയിട്ട് സ്റ്റാഫ് വേണമെന്ന് പറയുമ്പോ എത്ര കോടിയാലോ നിങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ പറഞ്ഞു. കാരണം അതാണ് ബിസിനസ്. ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാവരും നമ്മുടെ ചിന്ത എന്താ അറിയോ? ഒരു കംഫർട്ട് സോണിലാണ് ഇരിക്കണത്. ഒന്നും ചെയ്യാതെ പൈസ കിട്ടുന്ന ഏതാനും ജോലി ഉണ്ടോ സാറേ? ഒന്ന് പറയ്, അങ്ങനെ ഒരു ജോലി ഉണ്ടോ ബോച്ചെടുത്ത്? ഒന്നും ചെയ്യരുത്, പക്ഷെ പൈസ കിട്ടണം. എവിടെ ഇറങ്ങരുത്, പൈസ കിട്ടണം. ഒന്നും മിണ്ടരുത്, പൈസ കിട്ടണം അക്കൗണ്ടിലെ. ആ ജോലി ഉണ്ടോ? ഉണ്ട്. നമ്മൾ മരിച്ചാൽ ആ ജോലിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ അറിയോ? നമ്മള് ലൈഫിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒരിക്കലും തട്ടല്ല. എനിക്ക് ആ കാര്യം ഇഷ്ടപ്പെട്ടു, ഈ കാര്യം ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും, സ്വപ്നം ഉണ്ടായിരിക്കും. അത് വരുന്നത് നാച്ചുറൽ ആണ്, ഒരു തട്ടില്ല. പക്ഷേ ആ ഇഷ്ടം, ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ബിസിനസ്സിൽ കയറുമ്പോ എന്താ സ്വപ്നം, എന്താ ഉണ്ടായിരുന്നത് അറിയോ? ഏകദേശം 50 ലക്ഷം കടനായിരുന്നു ഫാമിലിയിൽ. 50 ലക്ഷം. അച്ഛന് മരിച്ചു, ചേച്ചി കല്യാണം കെട്ടി കൊടുത്തു, പിന്നെ എന്റെ കോളേജ് ഫീസ്, കംപ്ലീറ്റ് ഫുള്ള് ബിസിനസ്. ഏകദേശം 7 കൊല്ലമായിട്ട് ഫാർമിങ് ഫുള്ള് ഡ്രൈ ആണ്. ഒരു വെള്ളല്ല, ഒരു മഴയല്ല, കംപ്ലീറ്റ് മൈനസ് ആണ് ലൈഫ്. എങ്ങനെ ഈ 50 ലക്ഷം കെട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ പോവാണ് ചിന്തിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഫിജിക്കാർഡ് പ്ലാൻ കേൾക്കുമ്പോ രസം എന്താ അറിയോ? 3.5 കോടി രൂപ കിട്ടും. ഒരു പ്രാവശ്യം ഫിജിക്കാർഡ് ചെയ്താൽ 3.5 കോടി രൂപ കിട്ടും. NS ടീം അച്ചീവ് ചെയ്താൽ അതിൽ 1 crore വില്ല ഫണ്ട് കിട്ടും, 50 ലക്ഷയുടെ പ്രീമിയം കാർ ഫണ്ട് കിട്ടും, 5 ലക്ഷയുടെ കാർ ഫണ്ട് കിട്ടും, 50,000 ബൈക്ക് ഫണ്ട് കിട്ടും. കേൾക്കുമ്പോ എനിക്ക് എന്താ അറിയോ? ഈ 1 കോടി മാറ്റി വെക്കി, 5 ലക്ഷം മാറ്റി വെക്കി, ആ 50 ലക്ഷം മാത്രം കിട്ടുവോ? എന്റെ കടന ഒന്ന് അടച്ചോട്ടെ. ഈ ചിന്തയിലെ കയറിയ വ്യക്തിയാണ് ഞാൻ, സത്യം പറയാലോ. കാരണം ആ പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ കയറുമ്പോൾ ഞാൻ വന്നത് എന്റെ കടന എങ്ങനെ അടച്ചു തീർക്കണ. പക്ഷെ അകത്ത് വരുമ്പോ ഒത്തിരി കാര്യം പഠിക്കാൻ തുടങ്ങി. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബിസിനസ് മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്. എല്ലാവരോടും ഞാൻ, പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ പറയട്ടെ, അതായത് ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ, ആ കാര്യത്തിനോട് സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ ഉറപ്പ് ആ മേഖലയിൽ കംപ്ലീറ്റ് അറിവ് നമുക്ക് കിട്ടും. ഞാൻ ഈ ബിസിനസ്സിൽ കയറിയത് ഒരു വാശം ഉണ്ടാ കടൻ എങ്ങനെയാലും അടച്ചു തീർക്കണെന്ന്. പക്ഷെ അകത്ത് വന്ന ശേഷം അറിഞ്ഞത് എന്താ അറിയോ? ബിസിനസ് കുറിച്ച് അറിഞ്ഞു, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വന്നു, അപ്ഡേറ്റ് ബിസിനസ് കുറിച്ച് അറിഞ്ഞു, ലോകത്തിൽ എങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന കാര്യം അറിഞ്ഞു, അപ്ഡേറ്റ് ആയിട്ടുള്ള ടെക്നോളജി കുറിച്ച് അറിഞ്ഞു, ഈ ബ്രാൻഡ് എന്ന് പറയുന്ന ലൈഫെ കുറിച്ച് അറിഞ്ഞു. ഈ ബിസിനസ്സിൽ ഒന്നും അറിയാതെ കയറിയ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഞാൻ കയറിയ ശേഷം, ഈ ബിസിനസ്സിൽ കയറിയ ശേഷം എല്ലാവരും പറഞ്ഞത് ഇത് ഒന്നും മുന്നോട്ട് പോവില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, നിന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഇത് വർക്കൗട്ട് ആവില്ല, അങ്ങനെ ഇങ്ങനെ. ഞാൻ കയറിയ ശേഷം എല്ലാവരും പറയാൻ തുടങ്ങി. അപ്പൊ എന്റെ ഒരു ക്യാരക്ടർ സ്വഭാവം ഉണ്ട്, എന്താ അറിയോ? ഒരു വ്യക്തി നെഗറ്റീവ് പറഞ്ഞാൽ അവരുടെ മുൻപ് വിജയിച്ച് കാണിക്കണം. അത് എന്റെ ഒരു സ്വഭാവം. എല്ലാ കാര്യത്തിലും കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല, പക്ഷെ എന്റെ സ്വഭാവം അങ്ങനെയാണ്. നീ പറ്റൂല്ല, ഇത് ചെയ്യൂല്ല, ഇത് നടക്കില്ല എന്ന് പറഞ്ഞാൽ അത് നടത്തിയിരിക്കും, പറ്റിരിക്കും, അത് ചെയ്തിരിക്കും. അത് ഒരു വ്യക്തിയാണ് ഞാൻ. ആ ബിസിനസ്സിൽ കയറുമ്പോ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇത് അങ്ങനെ, ഇത് ഇങ്ങനെ, ഇത് അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ. കമ്പനി പേര് പറയൂ, അറിയില്ല. കമ്പനി എപ്പോഴാ തുടങ്ങിയ അറിയില്ല. മുതലാളി ആരാണ് അറിയില്ല. പക്ഷെ ഇങ്ങനെയാണ്, അങ്ങനെയാണ്. എങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അറിയാതെ ബിസിനസ് കുറിച്ച് പറയാൻ പറ്റും? ഈ ബിസിനസ് കേൾക്കുമ്പോൾ നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണം. നമ്മൾ 20,000 25,000 വെച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോവാ. ഈ ഫിജിക്കാർട്ടില് ഈ 20,000 25,000 കിട്ടാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള കിച്ചൺ ഐറ്റങ്ങളും ക്ലീനിങ് ഐറ്റങ്ങളും, പിന്നെ നമ്മ ഒരു കോസ്മെറ്റിക്സ് ഐറ്റങ്ങളും, ക്രോസറി കിറ്റുകളും, ഡ്രസ് മെറ്റീരിയലും, ട്രിപ്പ് മെറ്റീരിയലാണ്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാം, ഉപയോഗിക്കാം. പക്ഷെ ഇതിൽ എന്തിനാ തട്ടുണ്ട്? ഇതിൽ എന്താണ് ഇതിന്റെ അകത്തുള്ള മിസ്റ്റേക്ക്? ഇതിൽ എന്താണ് ഇതിൽ നമ്മൾ പറയുന്നത് ഇത് വർക്കൗട്ട് ആവില്ല, പറ്റില്ല? പൈസ ഇട്ടാൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും, സാധനം കിട്ടും. ഫിജിക്കാർഡിനെ കുറിച്ച് അറിയാതെ ഒരു വ്യക്തിയോട് ഫിജിക്കാർഡിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലേ? ഫിജിക്കാർഡ് ചെയ്യുന്ന വ്യക്തികളോട് നിങ്ങൾ ചോദിക്കി, ഫിജിക്കാർഡിലെ പൈസ കിട്ടിയ വ്യക്തികളോട് ചോദിക്കി, ഈ ഫിജിക്കാർഡിലെ അച്ചീവ്മെന്റ് ചെയ്ത വ്യക്തികളോട് ചോദിക്കി ഫിജിക്കാർഡ് എങ്ങനെയാണ്. അപ്പൊ എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇത് ശരിയാവില്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ലെന്ന്.
ഞാൻ അവരോട് തിരിച്ചു പറയാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. കാരണം എന്താ അറിയോ, ഒരാള് വെറുതെ സംസാരിച്ചോണ്ടേയിരിക്കും ഏതാങ്കിലും സംസാരിക്കുന്നതിന് വേണ്ടി. എനിക്ക് അങ്ങനെ വെറുതെ സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു 2 കൊല്ലം കളിച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. എന്താ അറിയോ, ഒരു i20 കാർ മേടിച്ച് അവരുടെ മുൻപ് കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞല്ലേ വർക്കൗട്ട് ആവില്ല ചെയ്യില്ലെന്ന് പറഞ്ഞല്ലേ, ആ കമ്പനിയിൽ കിട്ടിയ i20 ആണ്, ഇതൊക്കെ തന്നെ കാണിച്ചു കൊടുത്തു. അവർക്ക് മനസ്സിലായി, ഓ ഇതാണ് സംഭവം. അപ്പൊ അവര് സംഭവം മനസ്സിലാക്കാൻ 2 കൊല്ലം സമയം വേണം. ചിലപ്പോ അവര് പറഞ്ഞ തട്ടുകൾ കറക്റ്റിന് ഞാൻ കേട്ടിട്ട് ഈ ബിസിനസ് ചെയ്യാതിരുന്നാ എനിക്ക് i20 കിട്ടിയില്ല, ഈ ബിസിനസ്സിലെ മാൻ പവർ കിട്ടിയില്ല, ഈ ബിസിനസ് മേഖലയെ കുറിച്ച് ഒന്നും എനിക്ക് അറിയാതിരുന്നിരിക്കും. കാരണം എന്താണ്, മറ്റാൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണത്, മറ്റാളുടെ സ്വഭാവം പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിക്കണത്. എനിക്ക് ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടില്ല. എപ്പോഴും നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്തിരിക്കണം. പിന്നെയും കുറെ ആൾക്കാർ പറയാൻ തുടങ്ങി, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഇത് എങ്ങനെ അരുൺ പാണ്ഡ്യ നീ i20 എടുത്തു, ഓക്കെയാണ്, i20 എടുത്തു, എന്നിട്ടും പറയാ ഓക്കെയാണ്, പക്ഷെ ഇത് എങ്ങനെ മുന്നോട്ട് പോകാൻ, ആ മുന്നോട്ട് പോകാൻ ഒരു ചോദിച്ച ഒരു വ്യക്തി ഉണ്ടല്ലോ, ലോകത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം പോലും അവിടെ പറയില്ല. ഈ ഫിജിക്കാട് മാത്രല്ല, എന്നെ മാത്രല്ല, PM കുറിച്ച് പറഞ്ഞാൽ നെഗറ്റീവ്, CM കുറിച്ച് പറഞ്ഞാൽ നെഗറ്റീവ്, സെലിബ്രിറ്റി കുറിച്ച് പറഞ്ഞാൽ നെഗറ്റീവ്. അവന്റെ അച്ഛൻ അമ്മയും ചോദിച്ചപ്പോൾ നെഗറ്റീവ് തന്നെ പറയാം. എന്റെ അച്ഛൻ ശരിയില്ലായിരുന്നെ, എടാ നീ എന്തിനാ എവിടെയാടാ പോസിറ്റീവ് സംസാരിക്കില്ലടാ, എന്തിനാ പോസിറ്റീവ് സംസാരിക്കണേ, നെഗറ്റീവ് സംസാരിച്ചാ പോരെ. ഇങ്ങനെയാണ് അവരുടെ സ്വഭാവം. ഇവരൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പേടിക്കേണ്ടത്, ഇവരൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഒരു കറക്റ്റ് ഡെസിഷൻ എടുക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോ എന്താ അറിയോ, നേരത്തെ ഒന്നും അറിയാതെ വ്യക്തിയിലാണ് നെഗറ്റീവ് പറഞ്ഞ് ഓക്കെ i20 കാണിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള വ്യക്തികളും സംസാരിക്കാൻ തുടങ്ങി, ഈ ബിസിനസ്സിൽ പൈസ കിട്ടുമോ, ഞാൻ എത്ര കൊല്ലം കാണുന്നുണ്ട്, ഇതൊക്കെ വർക്കൗട്ട് ആവില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ കിട്ടൂ സാറേ, വിശ്വാസിക്ക്, നമ്മൾ പണി ചെയ്യണം.